പാലക്കാട് നിപ്പ ബാധിച്ച് മരിച്ച വയോധികൻ സഞ്ചരിച്ചതിലേറെയും KSRTC ബസ്സിലാണ്. പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചാണ് ആഴ്ചയിൽ 3 തവണ അട്ടപ്പാടിയിൽ പോയത്. സമ്പർക്ക പട്ടികയിൽ ഭാര്യയും മക്കളും പേരക്കുട്ടികളും ഉൾപ്പെടുന്നു. 46 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. പേരക്കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. ചികിത്സ തേടിയ 3 ആശുപത്രികളിലെ ജീവനക്കാരും നിരീക്ഷണത്തിലാണ്. വിവരങ്ങൾ നൽകാനായി അരുൺ ആലത്തൂരാണ് ചേരുന്നത്. അരുൺ, സമ്പർക്ക പട്ടികയിൽ 46 പേരുണ്ട്. ഒപ്പം കുടുംബം ഒന്നടങ്കം നിരീക്ഷണത്തിലായിട്ടുണ്ട്. എന്താണ് അവിടുത്തെ അവസ്ഥ? പാലക്കാട് നിപ്പ മരണവുമായി ബന്ധപ്പെട്ട വലിയ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം മരിച്ച വയോധികൻ സഞ്ചരിച്ചതിലേറെയും KSRTC ബസ്സിലാണ് എന്നുള്ളതാണ് അതിലൊരു കാര്യം. ആഴ്ചയിൽ 3 തവണ ഇദ്ദേഹം അട്ടപ്പാടിയിൽ പോയത് ഈ പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ്. മാത്രമല്ല, സമ്പർക്ക പട്ടികയിൽ ഭാര്യയും മക്കളും പേരക്കുട്ടികളും ഉൾപ്പെടെ 46 പേരാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത്. ഇനി കൂടുതൽ ഈ KSRTC ബസ്സിൽ സഞ്ചരിച്ചതും അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങളിലൂടെ സഞ്ചരിച്ചതിന്റെയൊക്കെ കണക്കുകൾ എടുക്കുമ്പോൾ സമ്പർക്ക പട്ടികയിലുള്ള ആളുകളുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായാലും പേരക്കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ഉൾപ്പെടെ ഇപ്പോൾ താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. ചികിത്സ തേടിയതാണെങ്കിൽ 3 ആശുപത്രികളിലാണ്. അവിടെയുള്ള ജീവനക്കാരും നിരീക്ഷണത്തിലാണ്. മണ്ണാർക്കാട്ടെ ഒരു സ്വകാര്യ ആശുപത്രി, അതുപോലെ തന്നെ വട്ടമ്പലത്തെ ഒരു സ്വകാര്യ ആശുപത്രി, പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രി, ഈ 3 ഇടങ്ങളിലായിട്ടാണ് അദ്ദേഹം ചികിത്സ തേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവനക്കാരെ ഉൾപ്പെടെ ഇപ്പോൾ നിയന്ത്രണത്തിൽ അവരൊക്കെ കഴിയണം എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ 57-കാരന്റെ നിപ്പ മരണവുമായി ബന്ധപ്പെട്ട് കുമരംപുത്തൂരിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുമരംപുത്തൂർ, കാരക്കുറിശി, കരിമ്പുഴ പഞ്ചായത്തുകളിലും മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലുമായി 17 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കം പ്രവർത്തിക്കരുതെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്നതിന് മുമ്പ് 57-കാരൻ 3 സ്വകാര്യ ക്ലിനിക്കുകളിലാണ് ചികിത്സ തേടിയതായിട്ടാണ് വിവരം വരുന്നത്. ഏതായാലും ഈ പൂർണ്ണമായിട്ടുള്ള റൂട്ട് മാപ്പ് ജില്ലാ ഭരണകൂടം ഉടൻ തയ്യാറാക്കും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അതേസമയം ഈ 57-കാരന്റെ ബന്ധുവായ ഒരാൾ കൂടി പരിമിത ലക്ഷണങ്ങൾ കണ്ടതോടെ ഇവരെയും നിരീക്ഷണത്തിലേക്ക് മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അരുൺ, അതുപോലെ തന്നെ ഈ KSRTC ബസ്സിലെ യാത്ര എന്ന് പറയുന്നത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അദ്ദേഹവുമായി ഇടപെട്ടവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ആശങ്കയല്ല ഉണ്ടാക്കുന്നത്. ഒരു ബന്ധുവിന് പനിയുണ്ട് എന്ന് പറയുന്നു. ഇദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ്? ചെറിയ പനി മാത്രമാണോ? നമുക്ക് അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? നിലവിൽ അദ്ദേഹത്തിന് ചെറിയ പനി മാത്രമേ ഉള്ളൂ. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ സ്രവം പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ നിപ്പ ബാധിച്ച് മരിച്ച വ്യക്തിയുടെ ഈ 57-കാരന്റെ സ്രവം കഴിഞ്ഞ ദിവസം ഈ മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജിലാണ് ആദ്യ പരിശോധന നടത്തിയത്. അവിടെയാണ് ഇത് നിപ്പയാണെന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അത് ഒന്നുകൂടെ ഉറപ്പിക്കുന്നതിന് വേണ്ടി ആ സ്രവം പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്നും ഇനി അതിന്റെ റിസൾട്ട് ഇന്ന് വരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഏതായാലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇദ്ദേഹം പൊതുഗതാഗത സംവിധാനമാണ് ഉപയോഗിച്ചത് എന്നുള്ളത് വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം ഈ മണ്ണാർക്കാട് മേഖലയിലെ തന്നെ 38-കാരിയായ യുവതിക്ക് നിപ്പ ബാധിച്ച് അവർ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അവരുടെ നിലയാണെങ്കിൽ ഗുരുതരമായിട്ട് തന്നെ തുടരുന്ന സ്ഥിതിയാണ്. പക്ഷേ ആ 38-കാരി ഈ ആശുപത്രികളിലേക്ക് പോകുന്നതിനും മറ്റുമൊക്കെ ഉപയോഗിച്ചതൊരു പേഴ്സണൽ വാഹനമാണ്. അവരുടെ സ്വകാര്യ കാറാണ് ഇതിനൊക്കെ വേണ്ടി ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ സമ്പർക്ക പട്ടികയിലുള്ള ആളുകളെയൊക്കെ നിരീക്ഷണത്തിൽ ഇരുത്തിയെങ്കിലും അവർക്കൊന്നും മറ്റ് രോഗലക്ഷണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിയന്ത്രണങ്ങളൊക്കെ പിന്നീട് പിൻവലിക്കുകയായിരുന്നു ഉണ്ടായത്. പക്ഷേ ഈ ഇപ്പോൾ 57-കാരൻ മറ്റൊരു സംഭവത്തിൽ ഏതായാലും ആശങ്കപ്പെടുത്തുന്ന കാര്യം ഇദ്ദേഹം യാത്രകൾക്ക് ഉപയോഗിച്ചത് പൊതുഗതാഗത സംവിധാനമാണ് എന്നുള്ള കാര്യം തന്നെയാണ്. ശരി അരുൺ, പാലക്കാട് നിപ്പ ബാധിച്ച് മരിച്ച വയോധികൻ സഞ്ചരിച്ചതിലേറെയും KSRTC ബസ്സിലാണ് എന്നുള്ളത് വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. പൊതുഗതാഗതം ഇദ്ദേഹം പലതവണ ഉപയോഗിച്ചതിനൊപ്പം തന്നെ കുടുംബം ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. ഇദ്ദേഹത്തിന്റെ ബന്ധുവിന് ഇപ്പോൾ പനിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നു എന്നുള്ളതാണ് അരുൺ ആലത്തൂർ പാലക്കാട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.